നമ്മുടെ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ 10 ഡേയ്സ് വീഡിയോ ചലഞ്ച് എന്ന് പറയുന്ന ഒരു 10 ദിവസത്തെ വീഡിയോ ചലഞ്ചിലേക്ക് യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഓരോ ദിവസവും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ദിവസവും നിങ്ങളുടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഈ വീഡിയോസിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്യുക. അത് നമ്മുടെ 10 ഡേയ്സ് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 10 ദിവസം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ എടുത്ത് നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ഇടേണ്ടതാണ്. അത് പതിയെ നമുക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. ചിലപ്പോൾ ആദ്യ സമയത്ത് നമുക്ക് അറപ്പ് കാണും, മടി കാണും, വീഡിയോ എടുക്കുന്നതിനുള്ള കാണും. വീഡിയോ എടുത്ത് അതിൽ വേറെ ഒന്നും വിചാരിക്കണ്ട, തെറ്റുമോ എന്ന ഒരു പേടിയും വേണ്ട. തെറ്റിക്കോട്ടെ, തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ. നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് 10 ഡേയ്സ് വീഡിയോ ചലഞ്ച് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഫിംഗർ മാക്സ് എന്ന് പറയുന്ന, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കോഴ്സിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഫിംഗർ മാക്സ്. ഫിംഗർ മാക്സിൻ്റെ നമുക്ക് ഭാവിയിൽ വളരെ നല്ല ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോസിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ കുറച്ച് കഴിവുകൾ നേടിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ വളരെ ചെറുതാണെന്ന് വിചാരിച്ച് ഒരു കഴിവുകളും ഇതിൽ നിന്ന് ഒഴിവാക്കരുത്, അല്ലെങ്കിൽ ഒരു വർക്കുകളും ഇതിൽ നിന്ന് ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വർക്കുകളും നിങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒരു നല്ലൊരു നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നമുക്ക് യാത്ര ചെയ്യുന്നതിന് കഴിവുകൾ വേണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഇപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ കൈവിരലുകൾ കൊണ്ട് നമുക്ക് 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ നമുക്ക് ഈ 2 കൈകൾ കൊണ്ട് എണ്ണാവുന്നതാണ്. എണ്ണുക മാത്രമല്ല, അത് കൂട്ടാനും ഗുണിക്കാനും ഒക്കെ കഴിയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കൈവിരലുകൾ വെച്ച് 1 മുതൽ അല്ലെങ്കിൽ 0 മുതൽ 99 വരെയുള്ള സംഖ്യകൾ നമുക്ക് എണ്ണാവുന്നതെന്ന് നോക്കാം. ആദ്യം എണ്ണി പഠിക്കുക, അതിനുശേഷം അത് ആ സംഖ്യകൾ തമ്മിൽ കൂട്ടാൻ നമുക്ക് പഠിക്കാം. ഇവിടെ വരുന്ന അടുത്ത സ്റ്റേജ് പ്രോഗ്രാമിന് നമുക്ക് പ്രത്യേകം മാത്സിൻ്റെ തന്നെ മെൻ്റലിസം ഉണ്ട്, അല്ലാതെ മാജിക് ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമുക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന എല്ലാ മേഖലകളിലും നമുക്ക് ചില ട്രിക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ആ ട്രിക്കുകൾക്കകത്ത്, അല്ലെങ്കിൽ ആ ട്രിക്കുകൾക്ക് കൂടുതൽ എളുപ്പമാകാം, ആ ട്രിക്കുകളെ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാമുകളെ കൂടുതൽ എളുപ്പമാക്കാനുള്ള ഒരു ട്രിക്കാണ് നമ്മളുടെ ഫിംഗർ മാക്സ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫിംഗർ മാക്സ് അത് എണ്ണാൻ ആദ്യം പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കൈവിരലുകളുണ്ട് 5 വിരൽ, 5 അങ്ങനെ 10 വിരലുകളാണ് ഒരു മനുഷ്യന്റെ കൈകളിലുള്ളത്. അപ്പോൾ നമുക്ക് 10 വരെ എണ്ണാൻ കഴിയുള്ളൂ. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ. എന്നാൽ നമുക്ക് ഈ 10 വിരലുകൾ വെച്ച് 0 മുതൽ 99 വരെയുള്ള സംഖ്യകൾ നമുക്ക് ഈസി ആയിട്ട് എണ്ണാനും അതുപോലെ തന്നെ കണക്കുകൾ കൂട്ടാനും കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ അല്ലേ? നമുക്കറിയാം 2 ഡിജിറ്റ്, അതായത് 1 ഡിജിറ്റ് വരുന്നത് 0 മുതൽ 9 വരെയാണ്. നമ്മളുടെ വലതു ഭാഗത്ത്, സംഖ്യകളുടെ വലതു ഭാഗത്ത് വരുന്ന 0 മുതൽ 9 വരെയാണ് അല്ലേ? അപ്പോൾ അതിനാണ് നമ്മളുടെ ഈ 1 ഡിജിറ്റ്. തീർച്ചയായിട്ടും ഈ ഫിംഗർ മാക്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു അബാക്കസിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ 2 ഡിജിറ്റുകളെ കുറിച്ചും കൂടി നമ്മൾ ഈസിയായി പഠിക്കുക. ഓക്കെ, നമുക്ക് ഫിംഗർ മാക്സിലോട്ട് പോകാം.
എങ്ങനെ നമുക്ക് എണ്ണാമെന്ന് നോക്കാം. ഒരു വിരലുകളും നിവർത്തി വയ്ക്കാതെ അത് മടക്കി വയ്ക്കുമ്പോൾ അതിനെ 0 എന്ന് പറയാം. അപ്പോൾ ഈ 0 ആണ്. നമ്മൾ തുടങ്ങുന്നത് 1 2 3 4 5 6 7 8 9. ഓക്കെ. അതായത് ഈ നമ്മളുടെ ഈ തള്ളവിരൽ ഒഴിച്ച് ബാക്കി എല്ലാ വിരലിന്റെയും വില 1 തള്ളവിരലിന്റെ വില 5. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ 4, ഇങ്ങനെ വെച്ച് 3 2 1 നിവർന്ന് നിൽക്കുന്ന വിരലിന്റെ ആണ് നമ്മൾ വില കൊടുക്കാറുള്ളത്. അപ്പോൾ 1 2 3 4 എന്നിട്ട് ഇത് മാത്രം തള്ളവിരൽ മാത്രം ഉയർത്തുമ്പോൾ 5. 5ന്റെ കൂടെ വീണ്ടും 1 ഉയർത്തുന്നു 6, 6ന്റെ കൂടെ വീണ്ടും 1 ഉയർത്തുന്നു 7, 7ന്റെ കൂടെ വീണ്ടും 1 ഉയർത്തുന്നു 8, 8ന്റെ കൂടെ വീണ്ടും 1 ഉയർത്തുന്നു 9. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1 2 3 4 5 6 7 8 9. ഓക്കെ. അപ്പൊ നമ്മുടെ സംഖ്യകൾ എഴുതുമ്പോൾ രണ്ടാമത്തെ സ്ഥാനത്ത് വരുന്ന, അതായത് നമ്മൾ ഒറ്റയുടെ ഇടത് ഭാഗത്ത് വരുന്ന സംഖ്യയെ നമുക്ക് 10ന്റെ ഭാഗത്ത്, രണ്ടാമത്തെ സംഖ്യ നമ്മൾ ഒറ്റ 10 എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഇടത് ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത് 10ന്റെ സ്ഥാനമാണ്. റൈറ്റ് ഹാൻഡ് 1ന്റെ സ്ഥാനവും ലെഫ്റ്റ് ഹാൻഡ് 10ന്റെ സ്ഥാനവുമാണ്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡില് ഈ നമ്മളെ വലത് കൈ 1ന്റെ സ്ഥാനം, ഇടത് കൈ 10ന്റെ സ്ഥാനം. വലത് കൈ 1ന്റെ സ്ഥാനം, ഇടത് കൈ 10ന്റെ സ്ഥാനം. അപ്പോൾ വലത് കൈയിലെ ഒരു വിരലിന് 1 വിലയെങ്കിൽ ഇടത് കൈയിൽ ഒരു വിരലിന് 10 വില. ഓക്കെ. അപ്പോൾ 1 2 3 4 5 6 7 8 9 ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഇടത് കൈയിലാകുമ്പോൾ ഇത് 10 ഈ ഒരു വിരൽ മാത്രം. ഇടത് കൈ ആണെങ്കിൽ 10 10 20 30 40 50 60 70 80 90. ഓക്കെ, ഇത് 90. മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു 10 ഉയർത്തുന്നു, 10ന്റെ കൂടെ ഒരു 10 കൂടി ഉയർത്തിയപ്പോൾ 20, വീണ്ടും ഒരു 10 കൂടി ഉയർത്തിയപ്പോൾ 30, ഒരു 10 കൂടി ഉയർത്തിയപ്പോൾ 40. 10 ഈ തള്ളവിരലിന്റെ സ്ഥാനം 50. ഒറ്റയുടെ സ്ഥാനത്ത് 5 വില. ഇരട്ടയുടെ സ്ഥാനത്ത്, ഇരട്ടയല്ല 10ന്റെ സ്ഥാനത്ത് വരുമ്പോൾ ഇതിന് 50 ഇതിന്റെ വില. അപ്പോൾ 50, 50ന്റെ കൂടെ 10 ഉയർത്തി 60, 70, 80, 90. ഓക്കെ. അപ്പോൾ നമുക്ക് എണ്ണി നോക്കാം. ഓക്കെ, വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾ എണ്ണി വരിക എന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണെന്ന് വിചാരിച്ചിട്ട് ഇതിനെ ഒഴിവാക്കി കളയരുത്. ഇത് നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള, നമ്മളുടെ അടുത്ത പ്രോഗ്രാമുകളിൽ ഒരുപാട് സാധ്യതയുള്ളതാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് ട്രിക്കുകളുണ്ട്. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ, അതുപോലെ തന്നെ 10 11 12 13 14 15 16 17 18 19. ഓക്കെ, അതായത് 1 2 3 4 5 6 7 8 9. 10ന്റെ സ്ഥാനമാണ് 1 എടുത്തു. അപ്പോൾ 10 11 12 13 14 15 16 17 18 19. ഇത് 0 ആക്കുക. 20 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 35 36 37 38 39 40 41 42
43, 44, 45, 46, 47, 48, 49. അതുപോലെ തന്നെ ഈ തള്ളവിരൽ മാത്രം ഉയർത്തുമ്പോൾ, ലെഫ്റ്റ് ഹാൻഡിന്റെ ഇടത് കൈയുടെ തള്ളവിരൽ മാത്രം ഉയർത്തുമ്പോൾ ഇത് 50 ആണ്. 49 കഴിഞ്ഞ് 50 ആയി. 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80. ഓക്കെ, 80. ഇത് 0 ആക്കണം കേട്ടോ. 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99. 99 വരെയാണ് നമ്മൾ എണ്ണിയിരിക്കുന്നത്. ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വീഡിയോ സ്റ്റില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് വർക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് നിസ്സാരമായി കാണരുത്. 1 മുതൽ 99 വരെ നമ്മുടെ വിരൽ വെച്ച് എണ്ണാൻ കഴിഞ്ഞെങ്കിൽ 1 മുതൽ 99 വരെയുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടാനും ഗുണിക്കാനും ഒക്കെ നമ്മുടെ ഈ വിരലുകൾ കൊണ്ട് കഴിയും. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ, 2ാമത്തെ 3ാമത്തെ ദിവസങ്ങളിൽ നമ്മൾ പഠിക്കുന്ന ഓരോ ട്രിക്സുകളും പിടിച്ച് പോകുന്നതാണ്. അതിൻ്റെ വീഡിയോസുകൾ തരുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, കാണുക. കണ്ടതിന് ശേഷം കൃത്യമായിട്ടും അതിൻ്റെ വർക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലിടുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ 10 days വീഡിയോ ചലഞ്ചിനെ കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ നിങ്ങൾ ഇന്ന് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം ഇത് എണ്ണുന്ന ഈ 1 മുതൽ 99 വരെ എണ്ണുന്ന ഒരു വീഡിയോസ് നിങ്ങൾ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഇടുക എന്നുള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ നമ്മളുടെ 10 days വീഡിയോ ചലഞ്ചിൻ്റെ ഫസ്റ്റ് ദിവസമാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ വീഡിയോ ഇടുക. ഓക്കെ.